ഞാനിന്നൊരു കിടിലൻ വീഡിയോ കാണാതെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോൾബി ശത്താംബ്രോയുടെ ചേട്ടന്റെ ഒരു ചാനലാണ് കോൾബി ഫ്ലാറ്റ് എന്ന് പറഞ്ഞ്. അപ്പൊ അതിൽ പുള്ളി പത്ത് കഴിയാൻ ഒരു വീഡിയോ കാണാനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയും ബ്ലോഗ് ചെയ്യുമ്പോൾ ചെറിയ എപ്പിഴപ്പിങ് കാണലൊക്കെ ഉള്ള ആളാണ്. എനിക്കുണ്ട് നല്ല രീതിയിൽ എപ്പിഴപ്പ്. അപ്പോ ഞാൻ പുള്ളിയുടെ ആ ഒരു വീഡിയോ കാണാനൊക്കെ കണ്ടായിരുന്നു. അപ്പൊ എനിക്കത് കണ്ട് കുറച്ച് ഇൻസ്പയർ ആയി. അപ്പൊ ഞാനും ഇന്ന് പത്ത് കഴിയാൻ പോകാന്നാണ് വിചാരിച്ചത്. പുള്ളിയും കാർത്തിക് സൂര്യമാണ് പത്ത് കഴിയാൻ പോയത്. ഞാൻ ഒറ്റയ്ക്കാണ് പത്ത് കഴിയാൻ പോകുന്നത്. പക്ഷെ എന്നേലും ഞാനും കാർത്തിക് സൂര്യയോടെ പത്ത് കഴിയാൻ വേണ്ടിട്ട് പോകും. പക്ഷേ ഇന്നിപ്പോ ഞാൻ പത്ത് കഴിയാൻ വേണ്ടിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോ ഇന്നലെ വരെ നല്ല വെയിലായിരുന്നു. പക്ഷെ ഇന്ന് നല്ല മഴയും കാര്യങ്ങളും ഒക്കെ ആയി. അപ്പൊ പുറത്ത് നല്ല രീതിക്ക് മഴയും കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു മഴ തോന്നാലേ നമുക്ക് പുറത്ത് പോയി കഴിക്കാൻ വേണ്ടിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ എപ്പോ ഈ ഒരു മഴ തോന്നുന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഈ മഴ തോന്നാറുണ്ടെങ്കിൽ നമ്മൾ നേരെ പത്ത് കഴിക്കാൻ വേണ്ടിട്ട് പോകുന്നതായിരിക്കും. അപ്പൊ ഇനി ഞാൻ ബേക്കറിയിൽ എത്തിയിട്ട് കാണാം. ഇത് ഈ മഴ ഇപ്പോഴൊന്നും തോന്നുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല. ഈ ഒരു പത്ത് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇന്നലെ ഞാൻ കിടന്നപ്പോ 3:30 എങ്ങാണ്ടായി. കറണ്ട് ഇല്ലായിരുന്നു. 3:30 കിടന്നിട്ട് ഇപ്പൊ ഞാൻ രാവിലെ 7 മണിയായപ്പോ എണ്ണിച്ച് ഉച്ചയൊക്കെ ആയി കഴിഞ്ഞാൽ വെയിലായിരിക്കും എന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് ചായക്കടയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. പത്ത് കഴിക്കണമെങ്കിൽ നമ്മളൊരു 300-400 മീറ്റർ ദൂരെ പോകണം. അപ്പൊ ഞാൻ രാവിലെ എണ്ണിച്ചതാ ഇതിനു വേണ്ടി. പക്ഷെ മഴ തോന്നുന്ന ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ല. ചെയ്യും എന്തോന്ന് മഴ ഇത് ഈ മഴ ഈ അടുത്തെങ്ങും തോരുന്ന ലക്ഷണം ഞാൻ കാണുന്നില്ല. അപ്പോ എന്തായാലും നമ്മൾ പത്ത് കഴിക്കാൻ വേണ്ടിട്ട് പോവാം. അപ്പൊ നമ്മൾ ബേക്കറിയുടെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് എന്റെ കടയുടെ കാര്യം ഓർമ്മ വന്നത്. എന്നു പറഞ്ഞാൽ എന്റെ അച്ഛന്റെ കട. പണ്ട് ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ഞാനും എന്റെ അച്ഛനും ഭയങ്കര വഴക്കും ഞാനും എന്റെ അനിയനും ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഞങ്ങൾ എപ്പോഴും അടിയാ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അടിയിരുന്നോണ്ട് എന്നെ അവധിയുള്ള ദിവസം ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ ചെയ്തില്ല. ഒന്ന് എന്നെ കടയിൽ പറഞ്ഞു വിടും, അല്ലെ അവനെ കടയിൽ പറഞ്ഞു വിടും. ഞങ്ങൾ ഈ കടയിൽ പറഞ്ഞു വിടുന്ന സമയത്ത് ഞാനായാലും അവനായാലും കടയിൽ നിന്ന് പൈസയും കാറിലും ഒക്കെ എടുക്കും. എന്ന് പറഞ്ഞാൽ 10 രൂപ അല്ലെ 20 രൂപ അത്രയൊക്കെ എടുക്കും. അല്ലെങ്കിൽ അവിടുന്ന് വെള്ളം എല്ലാം എടുത്ത് കുടിക്കും. പക്ഷെ ഇതെല്ലാത്തിനും വൈകിട്ട് കണക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. കണക്ക് നോക്കുമ്പോൾ ഇതിനെല്ലാം പൈസ എടുത്തൊന്നും വെള്ളം കുടിച്ചെന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷെ അന്നേരം ഒന്നും ചോദിക്കത്തില്ല, പറയത്തില്ല, ഞങ്ങൾ എടുക്കുന്നുണ്ടെന്നും അറിയാം. ഞാൻ വല്ലപ്പോഴും പറയുന്നത് പറഞ്ഞാൽ ഒന്ന് തമാശയ്ക്ക് പറയും രണ്ടിനെ കടയിരിക്കാൻ കൊള്ളത്തില്ല. നല്ല ഭയങ്കരമായിട്ട് ദേഷ്യം പറയും നീയൊക്കെ കടയിൽ നിന്ന് മൂട്ടിക്കുന്നതൊക്കെ എനിക്ക് അറിയാമെന്ന്. അല്ലാതെ നമ്മൾ ആ ഒരു എടുക്കുന്ന സമയത്ത് നമ്മളൊന്നും പറയത്തില്ല. ഞാനിപ്പോ എന്തിനാ ഇത് പറഞ്ഞെന്ന് വെച്ചാ നമുക്ക് ഇവരെ പുറത്തു പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ പറയട്ടെ, അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞേ. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു. മഴ ഇതുവരെ തോന്നിട്ടില്ല. ഇത് തോന്നുന്നെന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഒരു കുടയെങ്കിലും കിട്ടിയായിരുന്നു നമുക്ക് പോവായിരുന്നു. കുടയുടെ കാര്യവും പറഞ്ഞപ്പോഴാ റെയിൻകോട്ട് എടുത്തോണ്ട് വരാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞതാ. റെയിൽവേ സ്റ്റേഷനിലോട്ട് ഞാൻ വരുന്ന സമയത്ത് നല്ല മഴയും കാണലൊക്കെ ആയിരുന്നു. വേറെ റെയിൻകോട്ട് ഇട്ടോണ്ട് വന്നത്. അപ്പൊ അത് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ ഞാനാ ചോക്കാൻ വയ്യാന്നും പറഞ്ഞ് വേണ്ടാന്നും പറഞ്ഞ് വന്നത്. ഞാൻ അറിഞ്ഞില്ല ഞാൻ ഇങ്ങനെ ലോങ് വീഡിയോയും കാണലൊക്കെ ഇട്ട് തുടങ്ങുമെന്ന്. അപ്പൊ എന്തുവായാലും മഴ തോരുവാണെങ്കിൽ ഇന്ന് നമ്മൾ പപ്സ് കഴിച്ചിരിക്കും. തോന്നില്ലെങ്കിൽ എങ്ങനെയും ഒക്കെ പോയി കഴിച്ചിരിക്കും. ഗേസ് അപ്പോൾ നമ്മൾ പപ്സ് കഴിക്കലൊക്കെ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഇപ്പോഴും ചെറുതായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ചാറുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങ് ചെല്ലുന്നതിന് മുന്നേ എന്തായാലും വീണ്ടും മഴ പെയ്യും. അങ്ങനെ ഞാൻ അവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ എനിക്കിന്ന് വർക്കിന് കയറാനൊന്നും പറ്റത്തില്ല. ഉച്ച കഴിഞ്ഞേ ഉള്ളൂ. എന്നാലും രാവിലത്തെ കഞ്ഞി കുടിക്കണം. അപ്പോൾ ഇന്ന് പപ്സും കാണലൊന്നും നമ്മൾ കഴിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചായക്കടയിൽ നിന്ന് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാം. എന്താ പറയുക, ഞാൻ വീഡിയോ എടുത്തല്ലേ ഇതുവരെ. അപ്പോൾ നമ്മൾക്ക് ചായക്കടയിൽ നിന്ന് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാം. അപ്പോൾ നേരത്തെ ഞങ്ങൾ അച്ഛൻ ഞങ്ങൾ രണ്ടുപേരും വഴക്കിടുന്നതുകൊണ്ട് കട വിടുന്ന കാര്യം പറഞ്ഞില്ലേ. ഞങ്ങൾ രണ്ടുപേരും ഞാനും രണ്ടും വഴക്കിടുന്ന സമയത്ത് ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തെ വീട്ടിലുള്ളവർ ഞങ്ങൾ അച്ഛനെ വിളിച്ച് പറയും ഞങ്ങൾ തല്ലിച്ചാവാൻ പോവാ അങ്ങനെ എങ്ങനെയാണ്. എന്നിട്ട് ഞങ്ങൾ അച്ഛൻ വന്ന് ഞങ്ങളെ വഴക്ക് പറയും. ഇതിലാണ് മെയിൻ കാരണം ഞങ്ങളെ കടയിൽ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ അടി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നേ അവൻ്റെ മിച്ചർ എടുത്ത് കാണും, അല്ലെങ്കിൽ ഞാൻ അവൻ്റെ മിച്ചർ എടുത്ത് കാണും. അതിനൊക്കെ ഞങ്ങൾ അടി ഇടുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ ഞങ്ങൾ തന്നെ സോൾവ് ചെയ്യുകയും ചെയ്യും. ഇവർ ഞങ്ങൾ അച്ഛനെ വിളിച്ച് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ തല്ലിച്ചാവുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ മുട്ടനടിയും കാര്യങ്ങളൊക്കെ ആവും. അങ്ങനെയൊക്കെ അച്ഛനൊക്കെ പേടിച്ച് ഓടി വരും. ഞങ്ങളെന്തോ ചെയ്യുമോ, എന്തിനാ ഈ അടിയിടുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ രണ്ടുപേർക്കും ചീത്ത വിളിയേക്കും. ഇപ്പം ഞാൻ ആ പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും അവനെയും ചീത്ത വിളിക്കും, അവൻ ആ പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും എന്നെയും ചീത്ത വിളിക്കും. കൂടുതലും എനിക്കാണ് കിട്ടുന്നത്, ഞാൻ ആ മൂത്തതെന്നും പറഞ്ഞ്. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു മെയിനായിട്ട് ഇവർ ഈ വിളിച്ച് പറയുന്നതിനായിരുന്നു ഞങ്ങളെ വഴക്ക് പറയുന്നത്, ഞങ്ങളെ കട പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു കാലം. അപ്പോൾ നമുക്ക് നേരെ ചായക്കട എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ചായക്കടയിൽ നിന്ന് ഈ ഒരു സാധനമാണ് വാങ്ങിച്ചത്. ഞങ്ങളിവിടെ വട്ടയപ്പം എന്നാണ് പറയുന്നത്. നിങ്ങളിവിടെ എന്താ പറയുന്നതെന്ന് അറിയാമെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക. ഇവിടെ വേറെ എന്തോ പേരാണ് പറയുന്നത്. ആ ചേച്ചി എന്തോ ഒരു പേര് പറഞ്ഞത് ഞാൻ വിട്ടുപോയി എന്തുവാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ല. ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയത്തില്ല. അത് അത്യാവശ്യം ടേസ്റ്റ് ഉള്ള സാധനമാണ്. ഞങ്ങൾ വീട്ടിലൊക്കെ വാങ്ങുന്നത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ്. നമ്മുടെ പപ്സ് കഴിക്കൽ യജ്ഞവും കാര്യങ്ങളൊക്കെ 3G പോയെങ്കിലും ഒരു ചെറിയ വീഡിയോ സെറ്റ് ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നല്ല രീതിയിൽ മഴയും കാലമൊക്കെ ചെറുതായിട്ട് ചാറുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് റൂമിലോട്ട് തന്നെ പോകും. എനിക്ക് 2 തവണ ഈ ആഴ്ച തന്നെ പനിയും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഈ പനിയും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇനി ഒരു വട്ടം കൂടെ പനി വന്നാൽ എൻ്റെ അമ്മ എന്നെ കൊല്ലും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ റൂമിൽ പോയി. പപ്സ് കഴിക്കാൻ പോകണമെന്ന് നല്ല രീതിയിൽ വിചാരിച്ചേ. പക്ഷേ മഴയും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമ്മൾ മറ്റൊരു ദിവസം പോകുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക.